നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടൊരു അച്ചാറാണ്. മുട്ട കൊണ്ട് അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ഇട്ടിട്ടല്ല, അങ്ങനത്തെ മസാലകളും പൊടികളും ഒന്നും ഇല്ലാണ്ട് ആണ് നമ്മളിത് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ മറ്റൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്യുകയാണ്. ഞാനതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 മുട്ടയാണ്. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ബീറ്റ്റൂട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് വിനാഗിരിയാണ്. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ബീറ്റ്റൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ മുട്ട അച്ചാറിടുന്ന സമയത്ത് അത് മുങ്ങാൻ ആവശ്യമുള്ള വിനാഗിരിയാണ് ഒഴിക്കേണ്ടത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായി നമുക്ക് ഇതിനകത്തോട്ട് 2 സാധനങ്ങൾ കൂടെ ചേർക്കണം. പഞ്ചസാര 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ബീറ്റ്റൂട്ടും വിനാഗിരിയെല്ലാം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ വെളുത്തുള്ളി, സവാള, പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു സവാള ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് ഒരു ബൾബ് വെളുത്തുള്ളി, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മുട്ട ഇവിടെ പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതുവേണ്ടി ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് നമ്മൾ ഇതൊക്കെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം ഇടുന്നത് സവാളയാണ്. അതിൻ്റെ മുകളിലായിട്ട് 3 മുട്ട ഇടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് മുഴുവനോടെ ഇട്ട് കൊടുക്കാം. ബാക്കി സവാള, ബാക്കിയുള്ള 2 മുട്ട കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ബാക്കി വന്ന പച്ചമുളകും വെളുത്തുള്ളി ബാക്കിയുള്ള സവാള എല്ലാം നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച ബീറ്റ്റൂട്ട് ചൂടാറുന്നതിന് മുമ്പായിട്ട് ഫുൾ ചൂടിൽ ഒഴിക്കരുത്, കുപ്പി പൊട്ടിപ്പോകും. അപ്പോൾ ആ ചൂട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് ഈ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കുക. വിനാഗിരിയാണ് ഇതിനകത്ത് കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല പുളി കാണും. അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീറ്റ്റൂട്ടിനെ അരക്കുമ്പോൾ ഇച്ചിരി അരഞ്ഞില്ലേലും കുഴപ്പമില്ല, നമുക്ക് അതിനകത്ത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകും. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ചൂടാറിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 ആഴ്ച ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും എന്നറിയില്ല. 2 ആഴ്ച ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കത് എടുത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉപ്പും അതിലൊക്കെ ഇപ്പോൾ തന്നെ നോക്കിയിട്ട് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് മുട്ട അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഉള്ളി ഞാൻ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മുട്ട നല്ല പിങ്ക് കളറായിട്ടുണ്ട്. മുട്ട ബീറ്റ്റൂട്ടിൻ്റെ കളറായിട്ടുണ്ട്. ഇപ്പം മുട്ട 2 ആഴ്ച അതിനകത്തിരുന്ന് മുട്ടയെല്ലാം നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുട്ട വിനാഗിരിയിലിരുന്ന് ഇച്ചിരി ഹാർഡായിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കാണാൻ നല്ല
ഭംഗിയുണ്ട്. ഇത് ശരിക്കും നമുക്ക് മുട്ട അച്ചാറിട്ടതെന്ന് പറയാൻ പറ്റത്തില്ല, മുട്ട ഉപ്പിലിട്ടത് എന്ന് പറയാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഞാൻ വിനാഗിരിയുടെ പുളിയും ഉപ്പും എരിവും എല്ലാം മുട്ടയിലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.